Dear students, Kerala Engineering Entrance Exam previous year questions ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് എന്ന ചാപ്റ്ററിലെ 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുക. ഫോളോയിങ് 2019, 18 എക്സെട്ര. അപ്പോൾ 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ദി ഇലക്ട്രിക് ഫ്ലക്സ് through any phase of a cube due to a positive charge Q situated at the center of a cube is. അപ്പോൾ ഈ ക്യൂബിലെ സെൻറ്ററിൽ നമ്മൾ ദാറ്റ് പോയിൻ്റ് ചാർജ് പ്ലസ് ക്യൂ ഈസ് പ്ലേസിങ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹാവ് ടു ഫൈൻഡ് ദ ഫ്ലക്സ് ഫ്രം വൺ ഓഫ് ദ ഫേസ്. അപ്പോൾ നമുക്കറിയാം ഒരു ക്യൂബിൽ ടോട്ടലായിട്ട് 6 ഫേസസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്ലക്സിനെ കുറിച്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗോസസ് തിയറം പറയുന്നത് ഒരു ഗേഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്ന മാക്സിമം ഫ്ലക്സ് എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് ഡിവിഷൻ ബൈ എപ്സിലോൺ 0. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫേസിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 6 ഫേസിൻ്റെ നിന്നുള്ള കോൺട്രിബ്യൂഷനാണ്. ദാറ്റ് ഈസ് ക്യൂ ഡിവിഷൻ ബൈ എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ക്യൂ ഡിവിഷൻ ബൈ 6 എപ്സിലോൺ 0 ആയിട്ട് മാറും. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ദ തേർഡ് ചോയ്സ്. വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. An electron is placed in an electric field experiences a force that is given as is equal to 1 Newton. ഇപ്പോൾ ചാർജ് ആയിട്ട് ഇവിടെ ഇലക്ട്രോൺ ആണ് പ്ലേസ് ചെയ്യുക. വാട്ട് ആർ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് വെയർ ദ ഇലക്ട്രോൺ ഈസ് ലൊക്കേറ്റഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളൊരു മൈനസ് ചാർജാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ഫ്രം പ്ലസ് ടു മൈനസ് ആണെന്ന് നമുക്കറിയാം. സോ ഉറപ്പായിട്ടും പോസിറ്റീവ് കൺസെപ്റ്റിലേക്കായിരിക്കും അട്രാക്റ്റഡ് ആകുക. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദം, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ ഇനി നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഡിവിഷൻ ബൈ ക്യൂ ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ്. നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്. അപ്പോൾ 1/e ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അവ തമ്മിലുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ചാർജിൻ്റെ ഫോഴ്സിൻ്റെ കൺസെപ്റ്റും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ we get the answer as here the force and E are against each other and we can take B as the answer for it. So 1/e and F and E are in the opposite direction. So B as the answer. We can move with the next one, number 3. വീണ്ടും 2019 തന്നെ ചോദിച്ച ഒരു മനോഹരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. The distance between two charges Q1 and Q2 is 15 cm. Calculate the distance between the charge Q1 to the point on the line segment joining the two charges where the electric field is 0. അപ്പോൾ നമുക്ക് 2 ചാർജസ് ആണ് ആദ്യം സിറ്റുവേറ്റഡ് ആക്കേണ്ടത്, Q1 ആൻഡ് Q2. അവ തമ്മിലുള്ള ടോട്ടൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുക? അപ്പോൾ നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിൻ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ Q1 കാരണം ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ അതിനെ റിപ്പൽ ചെയ്യും എന്ന് നമുക്കറിയാം. ആ ചാർജിൻ്റെ ലൊക്കേഷൻ നമുക്ക് എക്സ് എന്നെടുക്കാം. അതേപോലെ തന്നെ ഈ ടെസ്റ്റ് ചാർജിനെ Q2 റിപ്പൽ ചെയ്യും എന്ന് നമുക്കറിയാം, ദാറ്റ് ഈസ് E2. അപ്പോൾ ഇത് 2 ഓപ്പോസിറ്റ് കൺസെപ്റ്റിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ നെറ്റ് വാല്യൂ അവിടെ 0 ആകുന്നു. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ഫസ്റ്റ് വൺ ഷുഡ് ഈക്വൽ ടു ദാറ്റ് 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 1ൻ്റെ വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും? K ഇൻറ്റു ദ റെസ്പോൺസിബിൾ ചാർജ് Q1 ഡിവിഷൻ ബൈ അവിടുത്തെ സെപ്പറേഷൻ x² ആണ്.
രണ്ടാമത്തതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് Q2 ഡിവിഷൻ ബൈ നമ്മൾ ടോട്ടലായിട്ട് 15 സെൻറ്റിമീറ്റർ ആയിട്ട് പറയുമ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ Q1 is what here, that is 2 microcoulomb. So 2 microcoulomb the division by x square എന്ന് പറയുന്നത് Q2 നമുക്ക് 8 എന്നാണ് പറയാം. 8 micro division by that is 15 minus x that square. mu നമുക്ക് അവിടെ ക്യാൻസൽ ആക്കി പോവാം. 8 ക്യാൻസൽ ആക്കുമ്പോൾ 4 ആയിട്ട് മാറുകയാണ്. That means 15 minus x division by x, that much square is equal to ആ സമയത്ത് that is equal to നമുക്ക് 4 ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്താൽ we get the value 15 minus x by x is equal to 2 ആണ്. That is 15 minus x is equal to 2x. 15 എന്ന് പറയുന്നത് 3x ആയിട്ട് മാറുകയും x എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ എന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. So we can take E as the answer. And we can move with the next one, number 4th question. 2018 എന്ന് ചോദിച്ചതാണ്. 3 point charges 4Q, capital Q and small q are placed in a straight line of length L at points 0, L by 2 and L respectively. The net force on charge small q is 0. The value of q is. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൺസെപ്റ്റാണ്. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ കുറിച്ചാണ് സംസാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനിൻ്റെ പൊസിഷൻ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് 4Q എന്ന് പറയുന്ന ചാർജാണ്. എന്നിട്ട് ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് എക്സാക്റ്റ്ലി ഹാഫായിട്ടുള്ള ലൊക്കേഷൻ വരുമ്പോൾ L by 2 നമ്മുടെ ക്യാപിറ്റൽ Q ആണ് എടുക്കുക. ആൻഡ് എക്സാക്റ്റ്ലി L സെപ്പറേഷൻ വരുമ്പോൾ സ്മോൾ q ആണ്. നമുക്ക് ഈ ചാർജസിനെ ഒന്ന് ലേബൽ ചെയ്യാം. 1, 2, 3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ ഫോഴ്സ് ഓൺ നെറ്റ് ഫോഴ്സ് ഓൺ 3 ഷുഡ് ബി 0 എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ഓൺ 3 ഡ്യൂ ടു 1 പ്ലസ് ദ ഫോഴ്സ് ഓൺ 3 ഡ്യൂ ടു 2 ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3യും 1 തമ്മിലുള്ള കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം K ഇൻറ്റു അവയുടെ ചാർജസ് 4Q ഇൻറ്റു Q ഡിവിഷൻ ബൈ സെപ്പറേഷൻ എന്ന് പറയുന്നത് L സ്ക്വയർ ആയിരിക്കും പ്ലസ് അവ തമ്മിലുള്ള വീണ്ടും രണ്ടാമത്തെ കൺസെപ്റ്റ് ഇവർ തമ്മിലുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് L by 2 ആയിട്ട് മാറുകയാണ്. സോ K ഇൻറ്റു ക്യാപിറ്റൽ Q സ്മോൾ q ഡിവിഷൻ ബൈ L by 2 സ്ക്വയർ ഇതാണ് 0 ആകാം. അപ്പോൾ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് ഒരു ടേമിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ K ഇൻറ്റു ഇവിടെ നമുക്ക് 4Q സ്ക്വയർ ദ ഡിവിഷൻ ബൈ L സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് K ഇൻറ്റു ക്യാപിറ്റൽ Q സ്മോൾ q ഡിവിഷൻ ബൈ L സ്ക്വയർ ഡിവിഷൻ ബൈ 4 ദാറ്റ് ഈസ് എ ക്യാൻസൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെയും ക്യാൻസലായി, L സ്ക്വയർ ക്യാൻസലായി, സ്മോൾ q ക്യാൻസലായി. സോ 4 ക്യാൻസൽ ആകുമ്പോൾ സ്മോൾ q ഈക്വൽ ടു മൈനസ് q എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ q ആണ്. അവർ ആൻസർ ഈസ് മൈനസ് q. ബി എസ് ദി ആൻസർ. അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ പ്ലസ് സൂപ്പർപൊസിഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. ഒരു ചാർജിലുള്ള മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0 ആയി. സോ 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. എ പോയിന്റ് ചാർജ് പ്ലസ് q ഈസ് ഹെൽഡ് അറ്റ് റെസ്റ്റ് അറ്റ് എ പോയിന്റ് P. Another point charge minus q whose mass m is moves at a constant velocity in a circular orbit of radius r1 around P. അപ്പോൾ P എന്ന് പറയുന്ന പൊസിഷനിൽ പ്ലസ് q ഇരിക്കുകയാണ്. അപ്പോൾ ഒരു R1 റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിലൂടെ നമ്മളുടെ മൈനസ് q ചാർജ് മൂവ് ചെയ്യുകയാണ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. The work required to increase the radius of revolution minus q from R1 to another R2. അപ്പോൾ R2 എന്ന് പറയുന്നത് കൂടുതലാണ് റേഡിയസ്. സോ R2 എന്ന് പറയുന്ന ആ സർക്കുലർ പാത്തിലേക്ക് എത്തിക്കുവാൻ എന്തുമാത്രം വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ അതേ വെലോസിറ്റിയിൽ തന്നെ ഇവർ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി കൺസർവേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എന്താണോ
അതായിരിക്കും നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താണ്? നമുക്കറിയാം K ഇൻറ്റു അവയുടെ ചാർജസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q മൈനസ് Q ഡിവിഷൻ ബൈ സെപ്പറേഷൻ എന്ന് പറയുന്നത് R1 ആണ്. രണ്ടാമത്തെ കേസിൽ എന്ന് പറയുമ്പോൾ K ഇൻറ്റു നമുക്കറിയാം സെയിം ചാർജസ് ആണ്, പക്ഷേ പൊസിഷന് വ്യത്യാസം വരെയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ U2 മൈനസ് U1 ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ പുറത്തെടുത്താൽ മൈനസ് 1/R2 പ്ലസ് 1/R1 ആയിട്ട് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഒരു മൈനസ് സൈൻ കൂടെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് KQ ഇൻറ്റു 1/R2 minus 1/R1. So that is the concept. So D is the answer for the problem. We can move with the question number 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A charge capital Q at the center of a metallic sphere with the inner and outer radii R1 and R2. The normal component of the electric field at any point on the Gaussian surface with a radius between R1 and R2 will be. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ ഇതൊരു മെറ്റൽ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ R1 കാരണം, ഈ ചാർജ് Q കാരണം ഇതിൻ്റെ ഇന്നർ കൺസെപ്റ്റിലെ മൈനസ് ചാർജ് ഇൻഡ്യൂസ്ഡ് ആയി മാറുകയാണ്. അപ്പോൾ അത് മൈനസ് പാർട്ടായിട്ട് മാറുന്നുണ്ടെങ്കിൽ അട്രാക്ഷൻ കാരണം അതിൻ്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് മാറും. പക്ഷേ വാട്ട് ഓർ മേ ബി ദ കേസ് ദാറ്റ് ചാർജസ് ആർ റിസൈഡ്സ് ഓൺ ഇറ്റ്സ് സർഫസ് ഓൺലി. ഒരു കണ്ടക്ടറിൻ്റെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0 ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ A is the answer for the problem. So we can move with the question number 7. A sphere of radius r has a uniform volume charge density rho. The magnet of electric field at a distance r from the center of the sphere is where r is greater than capital R. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന സ്പിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്, പക്ഷെ കൺസിഡർ ചെയ്യേണ്ട ലൊക്കേഷൻ സ്മോൾ r റെപ്പറേഷൻ. അപ്പോൾ ഇവിടുത്തെ ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ എന്ന് പറയുന്നത് അവിടുത്തെ ചാർജ് ഡിവിഷൻ ബൈ 4/3 πr3. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ R സെപ്പറേഷനിലുള്ള ഒരു പോയിന്റിൽ അത് കണ്ടുപിടിക്കാൻ ഈ സ്പെറിക്കൽ കൺസെപ്റ്റിനെ നമ്മളൊരു പോയിന്റ് മാസാക്കി എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ സെപ്പറേഷൻ സ്മോൾ r എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ദറ്റ് ചാർജ് Q ഡിവിഷൻ ബൈ സെപ്പറേഷൻ സ്ക്വയർ R². അപ്പോൾ K എന്ന് പറയുന്നത് നമുക്കറിയാം അത് 1/4πε0 ആണ്. ചോയ്സസ് നോക്കുമ്പോൾ ഡെൻസിറ്റിയുടെ രൂപത്തിലേക്ക് റെപ്രസെൻ്റ് ചെയ്യണം. സോ റോ ഇൻറ്റു 4/3 πr³ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദ ഡിവിഷൻ ബൈ R². ഒരു 4π അവിടെ ക്യാൻസൽ ആകുകയാണ്. സോ റോ ഇൻറ്റു R³ ഡിവിഷൻ ബൈ 3ε0 R². So that is a simple answer, and we get the choice as D choice. So we can move with the next one as question number 8 from again 2017. Two infinitely long parallel plates of equal area of the plate is given as a 6 cm square, are separated by a distance of 1 cm. While one of the plate has a charge, so that is given as is equal to plus 10 nanocoulomb, and the other with minus 10 nanocoulomb, the magnitude of electric field between the plate, so that is we need to find it. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ അവിടെ നമുക്കറിയാം ഒരു പാരൽ പ്ലേറ്റ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വരുമ്പോൾ കപ്പാസിറ്ററിൻ്റെ കൺസെപ്റ്റാണ് σ/ε0 ആണെന്ന് നമുക്കറിയാം. സിഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ചാർജ് ഡിവിഷൻ ബൈ ഏരിയ ആണ്. സോ എല്ലാ ഫാക്ടേഴ്സും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ചാർജ് എന്ന് പറയുന്നത് 10 നാനോ ആണ്. സോ -9 ഡിവിഷൻ ബൈ ഏരിയ 6 × 10⁻⁻⁴ ആണ്. ദാറ്റ് മച്ച് ഇൻറ്റു ε0 it is given as 10⁻⁻9 π എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ we get the value 600 pi kilo volt per meter.
So we get C as the choice. We can move with the question number 2016 ചോദിച്ച 9th question. The force between 2 point charges placed in a material medium of dielectric constant epsilon r is F. So F എന്ന് പറയുന്നത് നമുക്കറിയാം 1 by 4 pi epsilon 0 epsilon r into that charge division by separation square. If the material is removed, അപ്പോൾ നമുക്ക് അതിനെ എഫ് ഡാഷ് ആയിട്ടാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെറും എയർ എന്നുള്ള അല്ലെങ്കിൽ വാക്വം എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ ഒന്ന് ഡിവൈഡ് ചെയ്താൽ വാട്ട് ഈസ് എഫ് ഡാഷ് ബൈ എഫ് എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് പറയാം വി ഗെറ്റ് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ബൈ എഫ് ആണ്. അപ്പോൾ 1 by 4 pi epsilon 0 that division by 1 by 4 pi epsilon 0 epsilon r. So you get the value as epsilon r. That means f dash take the value as epsilon r times of f. We get the choice as A. ഉറപ്പായിട്ട് നമുക്കറിയാം ഒരു മെറ്റീരിയൽ മീഡിയം വെക്കുമ്പോൾ ഫോഴ്സ് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ അത് കൂടുതലാകുമെന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. To the 10th question from 2016. The electric field strength in Newton per coulomb that is required to just prevent a water drop carrying a charge 1.6 into 10 to the power of minus 19 coulomb from falling under gravity. അപ്പോൾ നമുക്കറിയാം അവരൊരു എം മാസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദാറ്റ് വെയിറ്റ് എം ജി ദാറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ചാർജ് ക്യൂ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അവനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് ക്യൂ ഇ ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്യൂ ഇൻറ്റു ഇ എന്ന് പറയുന്ന ഫോഴ്സ് എം ജിക്ക് തുല്യമായിട്ട് മാറണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എം ജി ഡിവിഷൻ ബൈ ചാർജ് ആയിട്ട് നമുക്ക് എഴുതാം. എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.0016 ഗ്രാം ആണ്. അപ്പോൾ ഗ്രാമിനെ നമ്മൾ കിലോഗ്രാം ആക്കി മാറ്റുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ 16 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സോ 1 2 3 4 ഇവൻ്റെ ഒരു -3 കൂടെ ഉണ്ട്. അപ്പോൾ 16 into 10 to the power of -7 into that g that is 9.8 division by that charge that is equal to 1.6 into 10 to the power of -19. So that is equal to, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get the value 9.8 into 10 to the power of 13. We get the choice as D choice. We can move with the question number 11. 2016 ചോദിച്ച question again. A cylinder of radius r and length L is placed in a uniform electric field of intensity E acting parallel to the axis of the cylinder. അപ്പോൾ ആക്സിസ് ഓഫ് ദ സിലിണ്ടറിന് പാരലായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. ദ ടോട്ടൽ ഫ്ലക്സ് ഓവർ കർവ്ഡ് സർഫേസ് ഏരിയ ഈസ്. അവിടെ തന്നെ ഗോസസ് തിയറം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും ചാർജ് എൻക്ലോസ് ചെയ്യുന്നത് ബൈ എപ്സിലോൺ 0 ആണ്. അവിടെ എൻക്ലോസ്ഡ് ആയിട്ട് ഒരു ചാർജിനെ പറ്റി പറയുന്നില്ല. സോ ഫ്ലക്സ് 0 ആണ്. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു മാർഗത്തിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ശ്രദ്ധിക്കുക. ഈ ഒരു സിലിണ്ടറിൻ്റെ 3 പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഏരിയ A1 അവൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ആംഗിൾ 0 ആണ്. രണ്ടാമത് ഒരു കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടുത്തെ ഏരിയ വെക്ടറും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ 90 ഡിഗ്രിയാണ്. മൂന്നാമത് ഈ ഒരു സർഫസിലെ ഫ്ലാറ്റ് സർഫസിലെ ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഏരിയ എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഈ 3 ഏരിയയും ഒന്ന് കൺസിഡർ ചെയ്താൽ A1 എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഏരിയ കോസ് തീറ്റയാണ്. കോസ് തീറ്റ 0 ആയി മാറുമ്പോൾ ഇതെന്ന് പറയുന്നതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് φ1 എന്ന് പറയുന്നത് ഈ A1 ആയി മാറുന്നു. φ2 എന്ന് പറയുന്നത് 90 ഡിഗ്രി വരുന്നത് കൊണ്ട് 0 ആകുന്നു. കാരണം ഈ ഏരിയ കോസ് 90 സോ 0 ആയി. അപ്പോൾ φ3യുടെ വാല്യൂ എന്ന് പറയുന്നത് -E ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് വാല്യൂ 0 എന്ന് നമുക്ക് പറയാം. E is the answer. We can move with the question number 12. A conductor with a cavity is charged positively and its surface density is sigma.
If E and V represent the electric field and potential, then inside the cavity. ഇൻസൈഡ് ദ ക്യാവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഗേഷൻ സർഫസ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആണ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് 2 ലൊക്കേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. സാധാരണ ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സർഫസിൽ എത്രയാണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ റീറ്റേൺഡ് ആയിരിക്കും അറ്റ് എനി പോയിന്റ് ഓൺ ദി ഇൻസൈഡ്. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. സോ ആൻസർ E = 0, V is a constant, and hence for 12th one we can take E as the answer. We can move with the question number 13. Electric lines of force about a positive point charge are. സാധാരണ ഒരു പോസിറ്റീവ് കൺസെപ്റ്റ് വരുമ്പോൾ ദാറ്റ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ റേഡിയലി ഔട്ട്വേർഡ്, ആൻഡ് ഹെൻസ് വി ക്യാൻ സേ എ as the answer. We can move with the question number 14. A dipole moment that is given as is equal to 400 microcoulomb is placed in a transverse electric field of 50 volt per meter at an angle of 30 degree to E. Then the torque. നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് ഇൻ വെക്ടർ കൺസെപ്റ്റ് വി ക്യാൻ സേ പി ക്രോസ് ഇ. അപ്പോൾ മാഗ്നിറ്റ്യൂഡായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് പി ഇ സൈൻ തീറ്റ. ഇവിടെ നമ്മുടെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് 400 × 10⁻⁻6ഉം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 50 വോൾട്ട് പെർ മീറ്ററും ആംഗിൾ 30 സൈൻ 30 എന്ന് പറയുന്നത് 1/2ഉമാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓൺ സോൾവിങ് വി ഗെറ്റ് ദ വാല്യൂ 10⁻⁻2 ന്യൂട്ടൺ മീറ്റർ. ഇതൊരു ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കണമേ, ദ ടോർക്ക് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടൈനിങ് ദ ഡൈപോൾ മൊമെന്റ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് E choice. So we can move with the question number 15. A good question is waiting. An electron moving with a constant velocity v along x-axis enters a uniform electric field applied along y-axis. Then the electron moves. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഒന്ന് ശ്രദ്ധിക്കാം. നോക്കൂ, അപ്പോൾ നമ്മൾ ഇതൊരു Z ആക്സിസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. ഇവിടെ പറയുന്നത് ദാറ്റ് ഇലക്ട്രോൺ ഈസ് കോൺസ്റ്റന്റ് വെലോസിറ്റി അലോങ് ദി എക്സ് ആക്സിസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വൈ ആക്സിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതൊരു പ്ലസ് ആസ്പെക്ട്സ് ആണ്, ഇതൊരു മൈനസ് ആസ്പെക്ട്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ വി വെലോസിറ്റിയിലേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ടൊരു വെലോസിറ്റിയിൽ വന്നു എന്ന് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പാത്തിനെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ ആ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് പൊളാരിറ്റിയിലേക്കായിരിക്കും അട്രാക്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അവൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഇത് കൂട്ടായിരിക്കും. ഹൊറിസോണ്ടലായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് ആ ഒരു ടി സമയം കൊണ്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പിച്ച് പറയാം അവനൊരു വൈ ഡീവിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞു. എപ്പോഴാണ് നമുക്കതിനെ എക്സും വൈയും തമ്മിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നത്? ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ കൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷൻ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ഹൊറിസോണ്ടൽ കൺസെപ്റ്റിൽ ആക്സലറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി ഇൻറ്റു ടൈമായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ കൺസെപ്റ്റ് എടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് ഇനിഷ്യൽ വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു t² ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു നമുക്കറിയാം QE/m ആണ് ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ആക്സലറേഷൻ എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം നമ്മുടെ ഈ ഫസ്റ്റ് റിലേഷനിൽ നിന്ന് ടിക്ക് പകരമായിട്ട് നമ്മൾ x/v ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ x²/v² ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് ഫോർ ദിസ് നമ്മുടെ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ക്യൂവും ഇയും എമ്മും അവൻ്റെ സ്പീഡും ഒക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എ കോൺസ്റ്റൻ്റ് ഇൻറ്റു x² എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ്സ് എ ട്രജക്ടറി എന്ന് പറയുന്നത് പെർഫെക്റ്റ് പരാബോളയായിട്ട് മാറുന്നു. സി ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടിയത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൺസിഡർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് ഉൾപ്പെടെ നമുക്ക് 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ ഉറപ്പിക്കാൻ പറ്റുന്നൊരു ബിഗ് ചാപ്റ്ററാണ്. അതുകൊണ്ട് മാക്സിമം MCQs ചെയ്യാൻ ശ്രദ്ധിക്കണേ. കാരണം ഏറ്റവും കൂടുതൽ ബ്രൈൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ കൂടിയാണ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.